മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ വിതരണക്കാർക്ക് നാളെ പണം നൽകും. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ വിതരണക്കാർക്കാണ് പണം നൽകുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ് MG പ്രതീഷ്. ഗുഡ് ഈവനിങ് അഗെയിൻ MG പ്രതീഷ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി നിലനിന്നിരുന്നു. ആ ഒരു പ്രതിസന്ധി നീങ്ങുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? ക്രിസ്റ്റീന, തീർച്ചയായും സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിൽ നിന്നുമായി 157 കോടി രൂപയായിരുന്നു വിതരണക്കാർക്ക് കൊടുക്കേണ്ടിയിരുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായി. ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഈ നേരത്തെ വിതരണം ചെയ്ത ഈ സാധനങ്ങളൊക്കെ തന്നെ തിരിച്ചെടുക്കുമെന്ന ഒരു മുന്നറിയിപ്പും വിതരണക്കാർ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമായിരുന്നില്ല. പിന്നീട് നടത്തിയ അടുത്ത ഘട്ട ചർച്ചയിലാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമായി പണം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 11 കോടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 8 കോടിയുമാണ് നൽകുക. ഇത് വിതരണക്കാർക്ക് ഉടനെ കൈമാറാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അതാത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പണം കുറച്ചെങ്കിലും നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇവർ ചർച്ചയിൽ മുന്നോട്ട് വച്ചത്. അല്ലെങ്കിൽ ഈ ഉപകരണം ഇവർ തിരിച്ചെടുക്കും. അങ്ങനെ തിരിച്ചെടുത്താൽ ഈ വരുന്ന ആഴ്ചയിൽ ശസ്ത്രക്രിയകൾ ഈ മെഡിക്കൽ കോളേജുകളിൽ മുടങ്ങാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണ് ആരോഗ്യവകുപ്പ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ഇപ്പോൾ ഈ താൽക്കാലികമായെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.